DJ Moral Stories. മാന്ത്രിക മീൻ രക്ഷിച്ചു ഗ്രാമത്തിലെ ജനങ്ങളെ മഴയിൽ നിന്നും. കരിമ്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ തൊഴിൽ മീൻ പിടിക്കുന്ന തൊഴിലായിരുന്നു. ആ ഗ്രാമത്തിൽ മീൻ നന്നായി വിൽക്കുമായിരുന്നു. മാത്രമല്ല ഗരൻപൂരിൽ നിന്ന് മറ്റുള്ള ഗ്രാമങ്ങളിലേക്കും മീൻ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. ഒരു ദിവസം ആ ഗ്രാമത്തിലെ മീൻകാരനായ ധന്നു നിലവിളിച്ചുകൊണ്ട് ആ നദിക്കരയിൽ നിന്നും മറ്റൊരു നദിക്കരയിൽ നിന്നുകൊണ്ടിരുന്ന ജമീന്ദാറിനെ കാണാനായി ഓടി. അവിടെ വേറെ ചില മീൻ വിൽക്കുന്നവരും നിൽപ്പുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടിരുന്ന ജമീന്ദാർ ഓടി വന്ന ധനുവിനെ നോക്കി ചോദിച്ചു, എന്താ സംഭവിച്ചേ? ഈ പട്ടാപ്പകലില് പ്രേതം പിശാചിനെ വല്ലതും കണ്ടോ? നിന്റെ ഈ ഉണ്ടക്കണ്ണ് വെച്ച മോഹം കണ്ട് നീ പേടിച്ചു പോയോ? ഇല്ലങ്ങുന്നേ, കാര്യം അതുപോലത്തെയാ. ഞങ്ങള് പറയുന്നതിന് മുന്നേ ഒരു സത്യം പറഞ്ഞ ഹൃദയം പൊട്ടുന്ന പോലെയുണ്ട്. അപ്പോഴാണ് മറ്റൊരു ജമീന്ദാറായ സത്യജന്ത് എന്തു പറഞ്ഞെന്നാൽ, അങ്ങനെയാണെങ്കിൽ ഇവൻ അവളുടെ മോന്തയായിരിക്കും കണി കണ്ടുണ്ടാവാ. ഇല്ല അങ്ങുന്നേ, അത് വന്നിട്ട് നമ്മുടെ തടാകത്തിലെ. എന്താടാ, എന്തെങ്കിലും വെച്ചാ പറയേ. നീ എന്താ സിനിമയിലെ കഥാനായകനോ? പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്. തടാകത്തിൽ എന്താണ് ഉള്ളത്? അത് നിങ്ങളെ വന്ന് നോക്ക് എന്താണെന്ന്. അപ്പോഴാണ് ഒരു വലിയ ചൂണ്ടയിട്ട് വലിയ മീൻ പിടിക്കാനായി ധന്നുവും മറ്റുള്ള മീൻകാരും ആ നദിയിൽ നിന്ന് ഒരു വലിയ മീന് പുറത്തേക്ക് എടുത്തത്. അത് കണ്ടതും എല്ലാരും വളരെ ആശ്ചര്യത്തോടെ വായും തുറന്നു നിന്നു. എന്താ ഇത്? ഇത്ര വലിയ മീനോ? ഈ മീനുണ്ടെങ്കിലേ നമുക്ക് വലിയ നഷ്ടമാ സംഭവിക്കാൻ പോകുന്നത്. അതിന് തന്നെ ഞാൻ പറഞ്ഞത്. ഈ മീൻ കാരണം നമുക്ക് വലിയ പ്രശ്നമായിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ വലിയ മീനാണെങ്കിലോ നമ്മുടെ ചെറിയ മീനെയൊക്കെ വലിച്ചു വാരി തിന്നുമല്ലോ. നമ്മുടെ തൊഴിലിനും ഭയങ്കര ബാധിപ്പുണ്ടാവുമല്ലോ. നമുക്ക് വേണേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് തടാകത്തിൽ നിന്ന് ഈ മീനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാം. ജമീന്ദാർ ഇങ്ങനെ പറഞ്ഞതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങളും അത് സമ്മതിച്ചു. അതെ, നിങ്ങള് പറയുന്നത് വാസ്തവമാണ് ജമീന്ദാരെ. ഈ വലിയ മീനുള്ളതുകൊണ്ട് നമുക്ക് തടാകത്തിൽ പോയി ചെറിയ മീനെ പിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ വയറ്റിപ്പിഴപ്പിനെ നശിപ്പിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയുന്നേ? അതേന്നേ, ഞാനും അത് തന്നെയാ പറഞ്ഞു വരുന്നത്. ഈ വലിയ മീനെ ഈ തടാകത്തിൽ നിന്ന് എങ്ങനെയും പറഞ്ഞേച്ചേ പറ്റൂ. അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. എല്ലാരും ചേർന്ന് ഗ്രാമത്തിലെ ഏകദേശം ആളുകൾ ഇതേ തീരുമാനമാണ് എടുത്തത്. അതായത് ആ വലിയ മീനിനെ ആ നദിയിൽ നിന്നും എടുത്തു കളയണമെന്ന്. പക്ഷെ അപ്പോഴാണ് ആ മീൻ വളരെ പേടിച്ച് വളരെ സങ്കടത്തോടെ എല്ലാരോടും യാചിച്ചു. അങ്ങനെയൊന്നും ചെയ്യില്ല ചേട്ടാ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്നെ എന്റെ കുടുംബത്തിൽ നിന്നും പിരിച്ചെടുക്കല്ലേ. ഞാൻ ചെറിയ ചെറിയ മീനുകളെ എപ്പോഴും ഭക്ഷിക്കാറിയില്ല. അതെന്റെ ഭക്ഷണമേ അല്ല. എനിക്ക് ഈ പുഴക്കരികില് എനിക്ക് വേണ്ട ഭക്ഷണം തീർച്ചയായും കിട്ടും. ഞാൻ മീനുകൾക്ക് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കുന്നേ. എന്റെ പേര് കാശി. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വാക്ക് തരികയാണ്. ആ മീന് സംസാരിക്കുന്നത് കണ്ടിട്ട് എല്ലാരും അതിശയിച്ചു പോയി. എന്താ ഇത്? ഈ മീന് സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങുന്നേ, ഇതൊരു വലിയ മാന്ത്രിക മീനാണെന്ന് തോന്നുന്നു. ഇത് പറയുന്നതൊന്നും ആരും വിശ്വസിക്കരുത്. എന്ത് തന്നെ പറഞ്ഞാലും ഇതിനെ ഇവിടുന്ന് ഉടനെ പറഞ്ഞു വിടണം. അതേ മോനെ, ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് മീൻ പിടിക്കുന്നത് തന്നെയാണ് പ്രധാന തൊഴില്. പിന്നെ നിങ്ങളെപ്പോലുള്ള വലിയ മീനുകളെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാശി. ഈ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോയേ പറ്റൂ. ഈ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, ഇതിനെ കൊന്നാലും വേണ്ടതില്ല. മൊത്തമായി ഒരേ സമയത്ത് ഇതിന്റെ കഥ കഴിക്കണം. കൊല്ലൊന്നും വേണ്ട. അതിനെ ഈ അഴുക്ക് വെള്ളത്തിൽ തന്നെ തിരിച്ചിടാ. ഇതിന്റെ നാറ്റം സഹിക്കാണ്ട് തന്നെ ചത്തോളും. വരൂ സഹോദരന്മാരെ, ഈ കാശിയെ കൊണ്ടുപോയി തടാകത്തിലേക്ക് ആക്കാം. നമുക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വലിയ മീനിനെ കൊണ്ടുവന്ന് ഇട്ടില്ലേ, അവിടെ തന്നെ ഇടാം. അതെ, ഇതിനെ കയറുകൊണ്ട് കെട്ടിയിടണം. അതിനുശേഷം ഇതിനെ എടുത്തോണ്ട് പോയി കുളത്തിലേക്ക് ഇടാം. ഇതിനേറ്റ ശിക്ഷ ഇത് തന്നെയാ. ആ മനസാക്ഷി ഇല്ലാത്ത ഗ്രാമത്തിലെ ജനങ്ങൾ പിന്നെ ആ ജമീന്ദാരും പാവം ആ കാശിയെ വളരെ മോശമായ ഒരു ചാക്കട കുളത്തിലേക്ക് തള്ളിവിട്ടു. കാശിയും ഏങ്ങി കരഞ്ഞ് എല്ലാരോടും യാചിച്ചു നോക്കി. പക്ഷെ ആരും അതിനെക്കുറിച്ച് ഒട്ടും വിഷമിച്ചില്ല. കാശി ആ ചീത്തയായ വെള്ളത്തിനകത്തേക്ക് ചെന്നതും തന്നെ അപ്പോഴാണ് അകത്ത് ആരുമില്ലാത്ത ആ സ്ഥലം കണ്ട് പേടിച്ചു പോയത്. ഈ പുഴയിൽ ആരുമില്ലല്ലോ. ഈ പുഴയിൽ ഞാൻ വളരെ ഒറ്റയ്ക്കായിരിക്കുന്നു. വളരെ ശോകം തോന്നുന്നു എനിക്ക്. എന്റെ കുടുംബം എന്റെ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ഇവിടെ? ഇപ്പൊ ഞാൻ തന്നെ വിചാരിച്ചാലും എന്നെ കൊണ്ട് എന്റെ കുടുംബത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്നെ എങ്ങനെ ഒരു സങ്കടത്തിൽ കൊണ്ടെത്തിച്ചല്ലോ എന്റെ ദൈവമേ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പടി ജീവിക്കും?
കാശിക്ക് ആകെ വിഷമമായി. അപ്പോഴാണ് അതിന്റെ വാലിൽ പെട്ടെന്ന് എന്തോ പറ്റിയതുപോലെ തോന്നിയത്. ഏതോ വലിയ പാറയിൽ ഇടിച്ചതുപോലെ തോന്നി. കാശി പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതെന്തു കണ്ടെന്നാൽ അവിടെ മുൻപേ ഒരു മീനുണ്ടായിരുന്നു. അതിന്റെ രൂപം കാശിയെ പോലെ അത്ര വലുതൊന്നുമല്ല, പക്ഷെ അത് കാശിയെ പോലെ ബലശാലിയും നല്ല വണ്ണമുള്ളതുമായിരുന്നു. അതിന്റെ പേരാണ് മായ. ആരാ നീ? എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇതെന്റെ തടാകമാ. പിന്നെ ഈ തടാകത്തിന്റെ മുതലാളി ഞാനാണ്, മനസ്സിലായോ? അത് എന്താന്ന് വെച്ചാ? കാശി മായയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം നിനക്ക് സംഭവിച്ചത് നല്ലതോ കെട്ടതോ എന്തു തന്നെ ആയാലും ശരി, എനിക്ക് അതിനെപ്പറ്റി യാതൊരു പ്രശ്നവും ഇല്ല. നീ മര്യാദയ്ക്ക് ഈ തടാകത്തിൽ നിന്നും പുറത്തു പോകാൻ നോക്ക്. പക്ഷേ ഈ പുഴയിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തെടുക്കാൻ കഴിയും? എന്നെ ഈ ഗ്രാമത്തിലെ ജനങ്ങളും പിന്നെ ആ ജമീന്ദാരും ചേർന്നാണ് എന്നെ ഈ കുളത്തിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയത്. എങ്കിൽ ശരി, നിന്നെ ഈ സ്ഥലത്തു നിന്നും പറഞ്ഞയക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മായ മീന് വളരെ ദേഷ്യത്തോടെ കാശിയെ കൊല്ലാനായി ശ്രമിച്ചു. എന്നിട്ടത് കാശിയെ മുഴുവൻ ബലം ഉപയോഗിച്ച് അവിടെ നിന്നും തള്ളിവിട്ടു. അതുകൊണ്ട് കാശി ഒരു കൂർത്ത കല്ലത്ത് ചെന്ന് ഇടിച്ചു. അങ്ങനെ അതിന്റെ വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. എന്തുപറ്റി? നിനക്ക് എന്റെ കളികൾ കാണണോ? കാശിയാണത്രേ കാശി എന്റെ തടാകത്തിൽ വന്ന് സ്ഥലം കൈയടക്കാൻ നോക്കുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ല. മായ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ നിനക്ക് എന്ത് പാപമാ ചെയ്തത്? ഞാനൊന്ന് സ്വയം വിചാരിച്ചിട്ട് ഈ കുളത്തിനുള്ളിൽ വന്നതല്ല. എങ്കിൽ ശരി, ഈ തടാകത്തിൽ താമസിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ ജോലിക്കാരിയായിരിക്കാനേ നിനക്ക് സാധിക്കൂ. ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കേണ്ടതായിട്ട് വരും, മനസ്സിലായോ? എങ്ങാനും നീ ഞാൻ പറയുന്നത് അനുസരിക്കാതെ വന്നാൽ നിന്നെ ഇവിടെ പിന്നെ വെച്ചേക്കുന്ന പ്രശ്നമില്ല. പാവം കാശി മായയ്ക്ക് അടിമയായി ജീവിച്ചു. കാശിയുടെ ജീവിതം നരകത്തെക്കാളും വളരെ മോശമായി. അത് തന്റെ കുടുംബത്തു നിന്നും പിരിഞ്ഞ് ഏതോ ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടതുപോലെ അതിനു തോന്നി. ഒരു ദിവസം പെട്ടെന്ന് ഗ്രാമത്ത് ഭയങ്കരമായ കാറ്റും മഴയും വീശാൻ തുടങ്ങി. ഗ്രാമത്തിന്റെ എല്ലാ വശത്തും വെള്ളം കൊണ്ട് നിറഞ്ഞു. മഴ തന്റെ സ്വയരൂപം കാണിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ എല്ലാരും മുങ്ങിപ്പോയി. മരങ്ങളൊക്കെ വേരോടെ താഴേക്ക് വീണു തുടങ്ങി. മൃഗങ്ങളും മനുഷ്യരുമെല്ലാം വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. മിന്നലും ഇടിയും വന്നു തുടങ്ങി. ഫത്തേചന്ദ്, റോഷൻലാൽ പിന്നെ മറ്റുള്ള ജനങ്ങളെല്ലാരും ആ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. ഫത്തേചന്ദും റോഷൻലാലും അവരുടെ കുടുംബത്തിനെ വിട്ട് പിരിഞ്ഞുപോയി. അയ്യോ, ആരെങ്കിലും വരണേ! അയ്യോ, എന്റെ കുട്ടികൾ, എന്റെ കുടുംബം! അയ്യോ, എന്റെ കുടുംബം! എന്നെ ആരെങ്കിലും രക്ഷിക്കണേ! എന്നെ രക്ഷിക്കേ! എന്റെ കുടുംബം അവിടെ അകപ്പെട്ടിരിക്കുകയാണ്. അയ്യോ, എന്റെ കുഞ്ഞുങ്ങള്! റോഷൻലാൽ പിന്നെ ഫത്തേചന്ദ് രണ്ടുപേരും ഏത് മരത്തിനാണോ പിടിച്ചു വച്ചിരുന്നത് അതും ആ വെള്ളം കാരണം ഉടഞ്ഞുപോയി. റോഷൻലാലും ഫത്തേചന്ദും ഒഴുകിപ്പോകാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് ആ മോശമായ നദിയിലെ വെള്ളം പുറത്തു വരാൻ തുടങ്ങിയത്. പിന്നെ ആ വെള്ളം കാരണം കാശിയും അവിടെ നിന്നും പുറത്തേക്ക് വന്നു. പിന്നെ കാശി ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരെയും തന്റെ തോളത്ത് കയറ്റി സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. വേഗം വന്ന് എന്റെ പുറത്ത് കേറിക്കോളൂ, വേഗം വരൂ. പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം കാശിയുടെ മുതുകത്ത് കയറി സുരക്ഷിതമായ സ്ഥലത്ത് ചെന്നെത്തി. അതൊരു മലയെ നോക്കി ചെന്നു. കാശി നോക്കി. റോഷൻലാൽ പിന്നെ ഫത്തേചന്ദ് പിന്നെ മറ്റുള്ള കുറച്ച് മീൻകാരും ആ വെള്ളത്തിൽ പൊങ്ങി വന്നു. പിന്നെ ആരൊക്കെയാണോ ഒരു സമയത്ത് കാശിയോട് ക്രൂരമായി പെരുമാറിയതോ ഇന്ന് അതേ ആളുകൾ കാശിയോട് സഹായം ചോദിച്ച് യാചിച്ചു നിന്നു. കാശി, കാശി, ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണേ, കൈവിടല്ലേ കാശി. ഞങ്ങളെ ഒന്ന് സഹായിക്ക്. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ ചേർത്ത് വിട്. ഞങ്ങളെല്ലാവരും നീ വേണം രക്ഷിക്കാൻ കാശി. ഞങ്ങളെ കുടുംബത്തോട് ചേർന്ന് ഭദ്രമായിട്ടിരിക്കണം കാശി. ഞങ്ങളെ രക്ഷിക്കൂ കാശി, ഞങ്ങളെ രക്ഷിക്കണേ. അതെ, ഞങ്ങളെ എല്ലാവരെയും ഒന്ന് രക്ഷിക്ക്. ആ കമ്പ് ഉപയോഗിച്ചുകൊണ്ട് വേഗം മുന്നിലേക്ക് വരൂ. പിന്നെ എന്റെ പുറത്ത് വന്ന് കീറിക്കോളൂ, വേഗം വരൂന്നേ. വെള്ളം അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ടും ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല.
റോഷൻലാലിനും പതിൻചന്ദിനോടൊപ്പം മറ്റുള്ള മീന് വിൽക്കുന്നവരും കാശിയുടെ ദേഹത്ത് കയറിയിരുന്നു. കാശി ആ വെള്ളത്തിൽ നീന്തി ചെന്ന് എല്ലാരെയും രക്ഷിച്ചു. അപ്പോഴാണ് അത് കണ്ടത്. ധനുവിന്റെ ശരീരത്തിൽ ഒരു മരം വീണു കിടന്നു. പിന്നെ അവൻ മുറിവോടുകൂടി വേദനയിലായിരുന്നു. എന്റെ ജീവൻ രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കൂ. ഏത് ധനു കാശിയെ അന്ന് ജീവനോടെ കൊല്ലണമെന്ന് എല്ലാരോടും പറഞ്ഞോ, അതേ ധനുവിനെ ഇന്ന് കാശി തന്റെ വാലുകൊണ്ട് മരത്തിനെ മാറ്റി അവനെ സഹായിച്ചു. അത് ഓരോരുത്തരായി ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരെയും രക്ഷിച്ചു. പിന്നെ അത് അവസാനം ചെന്ന് നോക്കി, മായാ മീനിന്റെ ചിറക് ഒരു കൂർത്ത കല്ല് കൊണ്ട് മുറിഞ്ഞിരുന്നു. പാവം അതിന് നീന്താൻ കഴിഞ്ഞില്ല. കാശി മായയെ പൊക്കിയെടുത്ത് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. അവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറവായിരുന്നു. പിന്നെ ഇങ്ങനെയാണ് അതാ മുഴുവൻ ഗ്രാമത്തെയും ആ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ചത്. അടുത്ത ദിവസം രാവിലെ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ പോയതിനു ശേഷം എനിക്കിപ്പോ ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുകയാണല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണം കാശി. നിന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് പേർ പിരിച്ചു വെച്ചത് ഞങ്ങളാണ് കാശി. പക്ഷെ ഇന്നലെ രാത്രി നീ നിന്റെ ജീവിതം പണയം വച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ നീ രക്ഷിച്ചു, ഞങ്ങളുടെ കുടുംബത്തോട് ചേർത്ത് വച്ചു. ഞങ്ങള് വലിയ തെറ്റ് ചെയ്തു. നിന്നോട് ഞങ്ങള് വലിയ ദ്രോഹമാണ് ചെയ്തത്. എന്റെ ജീവൻ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് കാശി. ഞാൻ ചെയ്ത തെറ്റിനെ എന്നോട് ക്ഷമിക്കണം കാശി. കാശി, ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോ ചെയ്തതെല്ലാം വെറും മനുഷ്യത്വം മാത്രമാണ്. പിന്നെ നമ്മുടെ ഗ്രാമപതിനെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. നിനക്ക് വലിയ മനസ്സാണ് കാശി. ഇനി മുതൽ ഈ ഗ്രാമത്തിന്റെ പേര് തന്നെ നിന്റെ പേരിലൂടെയാണ് അറിയാൻ പോകുന്നത് കാശി. ഈ ഗ്രാമത്തിന്റെ പേര് ധരംപൂർ എന്നല്ല, കാശിപൂർ എന്നാണ്. ഇനിയിപ്പോ നീ പോയിട്ട് നിന്റെ കുടുംബത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ കാശി, അതും എപ്പോഴും നിരന്തരമായിട്ട്. സത്യമാണോ? ആ ഗ്രാമത്തിന്റെ പേര് കാശിപൂരെന്ന് മാറ്റി. അങ്ങനെ അവസാനം കാശി ചെന്ന് തന്റെ കുടുംബത്തോടൊപ്പം ചേർന്നു. എന്നിട്ടത് തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. ആ ദിവസത്തിന് ശേഷം ഗ്രാമത്തിലെ ജനങ്ങൾ കാശിക്ക് പൂജ ചെയ്യാൻ തുടങ്ങി.